കടലിനടിയിൽ കൂടി നൂറുകണക്കിന് ട്രെയിനുകൾ കടന്നുപോകുന്ന ഒരു തുരങ്കപാതയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഭാവനയല്ല, സത്യമാണ്. ബ്രിട്ടനിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിലുള്ള കടലിടുക്കായ ഇംഗ്ലീഷ് ചാനലിലെ കടലിനടിയിൽ തീവണ്ടി കടന്നുപോകാൻ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ദിവസേന 400 ട്രെയിനുകളാണ് 60,000 ആൾക്കാരുമായി സമുദ്രത്തിനടിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. അതോടൊപ്പം ഒറ്റ ദിവസം 4600 ട്രക്കുകളും 7300 കാറുകളും ഈ ഭീമൻ ട്രെയിനിനുള്ളിൽ കടത്തുന്നു. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ഒരു വർഷം 1 കോടി ജനങ്ങൾ വെറും 35 മിനിറ്റ് കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിൽ എത്താവുന്ന ഈ ടണലിലൂടെ സഞ്ചരിക്കുന്നു. യൂറോപ്പിലെ പ്രധാന മലനിരയായ ആൽപ്സിൽ മനുഷ്യർക്ക് യാത്ര ചെയ്യാനായി ആയിരക്കണക്കിന് തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 20,000 മുതൽ 30,000 വാഹനങ്ങൾ ഒക്കെയാണ് ഓരോ ദിവസവും അതിൽ കൂടി കടന്നുപോകുന്നത്. ഇതെല്ലാം യൂറോപ്പിലെ പരിസ്ഥിതിയെ നശിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിന് വൻ പ്രാധാന്യം കൊടുക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും എന്തിന് ചൈനയിലും ജപ്പാനിലും വരെ തുരങ്കപാതകൾ സർവ്വസാധാരണമാണ്. അവ പൊതുഗതാഗതത്തിന്റെ ജീവനാഡിയാണ്. നോക്കണം, കടലിനടിയിലൂടെ 2 രാജ്യങ്ങളെ വരെ ബന്ധിപ്പിച്ചാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തുരങ്കപാത നിർമ്മിച്ചത്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ആനക്കാംപൊയിൽ, കള്ളാടി എന്നീ 2 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയെ ചൊല്ലിയാണ് ഈ വിവാദങ്ങൾ. വൈത്തിരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് 57 കിലോമീറ്ററാണ് ഉള്ളത്. നല്ലൊരു ഇരട്ടവരി പാതയുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരം. ഇപ്പോൾ 3 മണിക്കൂർ ഇല്ലാതെ ഒരു ആംബുലൻസ് പോലും ആ വഴി താണ്ടാറില്ല. ദിവസവും എത്രയോ മനുഷ്യജീവനുകളാണ് തിങ്ങി നിറഞ്ഞ വാഹനപ്പെരുപ്പത്തിന്റെ കരുണയും കാത്ത് താമരശ്ശേരി ചുരം വഴി കടന്നുപോകുന്നത്. ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് എത്രയെത്ര മരണങ്ങൾ. ഇന്ന് താമരശ്ശേരി ചുരത്തിൽ ഒരു മരം വീണാൽ പോലും വയനാട്ടിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. അതിനുള്ള പരിഹാരമെന്ന നിലയിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ദീർഘകാലത്തെ മുറവിളികൾക്ക് ശേഷം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും 7 തൊഴിലാളികൾ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലമുണ്ടായ തീർത്തും മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു അത്. പക്ഷേ ഇതോടെയാണ് തുരങ്കപാത തന്നെ ഉപേക്ഷിക്കണം എന്ന വാദം പല കോണുകളിൽ നിന്നും വീണ്ടും ഉയരുന്നത്. എന്നാൽ ലോകം ഇതിൽ എന്തു ചെയ്തു എന്ന് നോക്കാം. വയനാടിനേക്കാൾ പരിസ്ഥിതി ദുർബലമായ പ്രദേശത്തുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുരങ്കപാതയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദപരവുമായ നിർമ്മിതിയാണ് തുരങ്കപാതകൾ. പലയിടത്തും നിർമ്മാണത്തിനിടെ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നോർവേയും ചൈനയും ചെയ്തത് എന്താണെന്ന്. പരിസ്ഥിതി സ്നേഹത്തിന്റെ പര്യായമാണല്ലോ സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേ. രാജ്യത്തിന്റെ 10-1 നോർവേയുടെ ജനസംഖ്യ. 1000-ലേറെ തുരങ്കങ്ങളാണ് നോർവേയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുരങ്കങ്ങളുള്ള നോർവേയിൽ കടലിനടിയിൽ കൂടിയാണ് 33 ടണലുകൾ. ഇതിൽ 14 കിലോമീറ്റർ നീളമുള്ളവയുമുണ്ട്. നോർവേയിൽ തന്നെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ടണലായ ലേഡർ ടണലിന്റെ നീളം 24 കിലോമീറ്ററിലേറെയാണ്. ഈ ടണലുകളുടെ എല്ലാത്തിൻ്റെയും കൂടി നീളം 1000-ലേറെ കിലോമീറ്ററാണ്. ചില ടണലുകൾ വളരെ വിസ്താരമേറിയതാണ്. അവയിൽ ഭൂഗർഭത്തിൽ തന്നെ റൗണ്ട് അബൌട്ടുകൾ ഉണ്ട്. അതുപോലെ വലിയ ക്രൂയിസ് ഷിപ്പുകൾക്ക് കടന്നുപോകാൻ പറ്റുന്ന ടണലുകൾ ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ് നോർവേ. മറ്റൊന്ന് പ്ലാൻ ചെയ്യുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ടണലാണ്. ചൈനയിലാകെ 15,000-ലേറെ കിലോമീറ്റർ നീളത്തിൽ 10,000-ലേറെ തുരങ്കങ്ങളുണ്ട്. ആകെ 5,000-ലധികം കിലോമീറ്റർ നീളത്തിൽ 11,000-ഓളം ടണലുകൾ ജപ്പാനിലുമുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന സ്വിറ്റ്സർലൻഡിന്റെ കാര്യം നോക്കുക. അവിടെ 1999 നിർമ്മാണം തുടങ്ങി 2016 പൂർത്തിയാക്കി യാത്രയ്ക്ക് തുറന്നുകൊടുക്കുന്ന ഗോട്ടാർഡ് ബേസ് ടണൽ പഠിക്കേണ്ട വിഷയമാണ്. അതീവ പരിസ്ഥിതി ദുർബലമായ പ്രദേശത്ത് വിജയകരമായി നിർമ്മിച്ച 57.1 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽവേ ടണൽ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ടണലാണ്. അതോടൊപ്പം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവയിൽ ഭൂമിക്ക് ഏറ്റവും അടിയിൽ കൂടി കടന്നുപോകുന്ന തുരങ്കവുമാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ ഓരോ തുരങ്കം വീതമാണുള്ളത്. ഓരോ 325 മീറ്ററിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. സ്വിസ് ആൽപ്സ് മലനിരകളുടെ അടിയിൽ കൂടിയുള്ള ഈ തുരങ്കം യുനെസ്കോ ലോക പൈതൃക പ്രദേശമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളും വന്യജീവി ആവാസ വ്യവസ്ഥകളും ഉൾപ്പെടുന്ന പരിസ്ഥിതി ലോലമായ ആൽപൈൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടണൽ റോഡിലെ ഭാരിച്ച ചരക്ക് വാഹന ഗതാഗതം റെയിലിലേക്ക് മാറ്റി. ആൽപ്സിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും പരിസ്ഥിതി ആഘാതം ലഘൂകരിക്കാനുമായി സ്വിറ്റ്സർലൻഡിന്റെ ആൽപൈൻ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്തതാണ്. ഏറ്റവും ആഴമേറിയ ഭാഗത്ത് പല വലിയ ഖനികളോട് പോലും താരതമ്യം ചെയ്യാവുന്നത്ര ആഴത്തിൽ ഭൂമിക്ക് 2.5 കിലോമീറ്റർ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം കടന്നുപോകുന്നത്.
വെന്റിലേഷൻ ഇല്ലാത്ത പക്ഷം ആ ഭാഗത്ത് 46 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂട് ഉണ്ടെന്നോർക്കണം. ഈ തുരങ്കം ഉണ്ടാക്കിയതിനാൽ വടക്കൻ തെക്കൻ യൂറോപ്പിനിടയിലെ, ഉദാഹരണത്തിന് സൂറിച്ച് മുതൽ മിലാൻ വരെ യാത്രാ സമയം ഏകദേശം 1 മണിക്കൂർ കുറയ്ക്കാനായി. അതോടൊപ്പം ചരക്ക് യാത്രാ ട്രെയിനുകൾക്കായി ഒരു അതിവേഗ വണ്ടി മാർഗവും ലഭ്യമായി. ആൽപൈൻ റോഡുകളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കാൻ ഈ തുരങ്കത്തിന്റെ നിർമ്മാണം വളരെ സഹായിച്ചിട്ടുണ്ട്. ഭൂഗർഭജലം, സസ്യജന്തുജാലങ്ങൾ, വന്യജീവികൾ എന്നിവയെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ കർശനമായ പരിസ്ഥിതി നിയമങ്ങൾ പാലിച്ചാണ് ഈ തുരങ്കം നിർമ്മിച്ചത്. ഭാരമേറിയ ചരക്കുവണ്ടികൾക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ തുരങ്കത്തിൽ കൂടി ദിവസേന 260 ചരക്ക് ട്രെയിനുകളും 65 അതിവേഗ യാത്രാ ട്രെയിനുകളും കടന്നുപോകുന്നുണ്ട്. റോഡ് ഗതാഗതം മൂലമുണ്ടാകുന്ന കാർബൺ ഉദ്ഗമനം ഗണ്യമായി കുറച്ച് ദുർബലമായ ആൽപൈൻ മേഖലയെ സംരക്ഷിക്കാൻ ഈ തുരങ്കത്തിന്റെ നിർമ്മാണം കാരണമായി. ഈ തീവണ്ടിപ്പാത വന്നതിനാൽ ഓരോ ദിവസവും 40,000 ട്രക്കുകൾ ചുരം കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്ര കാർബൺ എമിഷനാണ് കുറയുന്നത്. നൂതന എഞ്ചിനീയറിംഗിനെ പരിസ്ഥിതി സംരക്ഷണവുമായി സമന്വയിപ്പിച്ച് പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ സുസ്ഥിര സംരക്ഷണത്തിന് മുൻഗണന നൽകി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മാതൃകയായി ഗോട്ടാർഡ് ബേസ് ടണൽ നിലകൊള്ളുന്നു. ഇനി ബ്രിട്ടീഷ് ഫ്രാൻസ് സഹകരണത്തിന്റെ മികച്ച ഒരു മാതൃക കൂടി നോക്കാം. ഇത്തരത്തിലുള്ള തുരങ്കപാതകൾക്കായി ശത്രു രാജ്യങ്ങൾ പോലും സഹകരിക്കുന്ന അവസ്ഥയാണ് യൂറോപ്പിലൊക്കെയുള്ളത്. പല കാര്യങ്ങൾക്കും ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും തമ്മിൽ വൈര്യമുണ്ട്. അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ വൈര്യം. ഫ്രഞ്ചുകാരുടെ ഏറ്റവും മഹാനായ ഭരണാധികാരി നെപ്പോളിയനെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതും അവരവരുടെ ഭാഷകളാണ് മികച്ചതെന്ന വിശ്വാസവും അമേരിക്കയിൽ മേൽക്കൈ ഫ്രഞ്ചിന് പകരം ഇംഗ്ലീഷിന് കിട്ടിയതുമായി അനവധി കാരണങ്ങൾ ഇതിനുണ്ട്. അതിനെല്ലാം ഉപരി രണ്ടു രാജ്യങ്ങളും തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെയും പൗരന്മാരുടെയും ക്ഷേമത്തിന്റെയും അഭിവൃദ്ധിക്കുമായി പരസ്പര സഹകരണത്തിന് എന്നും മുന്നിലാണ്. അതിന്റെ ഭാഗമാണ് ഇംഗ്ലീഷ് ചാനലിലൂടെ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന കടൽ തുരങ്കപാത. 1988 ഇതിന്റെ പണി തുടങ്ങിയത്. രണ്ടു വശത്തു നിന്നുമായി തുരക്കൽ യന്ത്രങ്ങൾ തുരന്ന് തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അവ തമ്മിൽ 36 സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ 30 മീറ്റർ അകലത്തിൽ 7.5 മീറ്റർ വ്യത്യാസമുള്ള ഓരോ തുരങ്കങ്ങൾ മധ്യത്തിൽ 5 മീറ്ററോളം വ്യാസമുള്ള ഒരു സർവീസ് തുരങ്കമാണ് ഉള്ളത്. ഇത് എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആകെ 12,000 ടൺ ഭാരം വരുന്ന 11 തുരക്കൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചത്. ഇങ്ങനെ പുറത്തേക്കെത്തിയ മണ്ണിന്റെ ഒരു ഭാഗം കൊണ്ട് കടൽ നികത്തി ബ്രിട്ടീഷുകാർ 74 ഏക്കർ വിസ്താരമുള്ള ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ശരാശരി 50 മീറ്റർ താഴെയാണ് ഇംഗ്ലീഷ് ചാനലിലെ തുരങ്കങ്ങൾ. രണ്ടു ഭാഗത്തു നിന്നും തുല്യ അളവിൽ വൈദ്യുതി ടണലിൽ ലഭ്യമാക്കുന്നു. ഇതുപയോഗിച്ച് ഓടിക്കുന്ന ഇലക്ട്രിക് എഞ്ചിനുകളാണ് 750 മീറ്ററോളം നീളമുള്ള ട്രെയിനുകളെ കൊണ്ടുപോകുന്നത്. ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തു നിന്ന് മാത്രം വൈദ്യുതി എടുത്ത് പ്രവർത്തിക്കത്തക്ക രീതിയിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 2017 ഈ ടണലിൽ കൂടി കടന്നുപോയത് 1 കോടിയിലേറെ ആൾക്കാരും 12 ലക്ഷം ടൺ ചരക്കുമാണ്. ഇതുകൂടാതെ 26 ലക്ഷം കാറുകൾ, 16 ലക്ഷം ലോറികൾ എന്നിവയും തീവണ്ടി മാർഗം കടന്നുപോയി. ഇംഗ്ലീഷ് ചാനൽ കടന്നുപോകാനുള്ള ഏറ്റവും വേഗതയേറിയതും ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് ചാനൽ ടണൽ. കാർ ഓടിച്ച് തീവണ്ടിയിൽ കയറ്റി അതിൽ തന്നെ ഇരുന്ന് 35 മിനിറ്റ് കൊണ്ട് ടണൽ കടന്ന് അവിടുന്ന് കാറിൽ തന്നെ യാത്ര തുടരാം. ബ്രിട്ടനിൽ ഇടതുവശത്തും ഫ്രാൻസിൽ വലതുവശത്തുമാണ് കാർ ഓടിക്കേണ്ടത് എന്ന് മാത്രം. 2000 വർഷം മുതൽ തീവണ്ടികളിൽ ഓമന മൃഗങ്ങളെ കൊണ്ടുപോകാൻ അനുമതി നൽകിയ ശേഷം 20 ലക്ഷത്തോളം നായ്ക്കളും പൂച്ചകളും ഈ തുരങ്കപാത വഴി കടന്നുപോയി. വാലന്റൈൻ ദിനത്തിൽ ഓരോ വർഷവും 1 കോടിയോളം പൂക്കളും ടണൽ വഴി കൊണ്ടുപോകുന്നു. ബ്രിട്ടനും മറ്റ് യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ 4/1 ഈ തുരങ്കം വഴിയാണ്. ഒരു ദ്വീപ് രാഷ്ട്രമായ ബ്രിട്ടന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ജനജീവിതം ലളിതമാക്കിയതിൽ ചാനൽ ടണലിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ഇനി കൊങ്കൺ എന്ന അത്ഭുതത്തെ അടുത്തറിയാം. ഇന്ത്യയിലുമുണ്ട് ഇത്തരം തുരങ്കപാതകളുടെ അത്ഭുത കഥകൾ. മംഗലാപുരത്തു നിന്നും പാലക്കാട്ട് ചെന്ന് അവിടെ നിന്നും ബോംബെക്ക് പോയിരുന്ന കാലം 90s കിഡ്സിനൊക്കെ ഓർമ്മ കാണും. ഇന്ന് മംഗലാപുരത്തു നിന്നും ബോംബെയിലേക്ക് 1/2 ദിവസം മതി. ആ രീതിയിലുള്ള മാറ്റമാണ് കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയത്. നേരത്തെ മംഗലാപുരത്തു നിന്നും മുംബൈയിലെത്താൻ 48 മണിക്കൂർ എടുത്തിരുന്ന നേത്രാവതി എക്സ്പ്രസ് കൊങ്കൺ പാത വന്നതിന് ശേഷം എടുക്കുന്നത് 16 മണിക്കൂറാണ്. സമയലാഭത്തേക്കാൾ എന്ത് സമ്പത്താണ് ഉള്ളത്?
പശ്ചിമഘട്ടത്തെ നെടുകെ പിളർന്നുകൊണ്ട് 740 കിലോമീറ്റർ നീളത്തിൽ ഉണ്ടാക്കിയ ഒരു മെഗാ പ്രൊജക്റ്റാണ് കൊങ്കൺ റെയിൽവേ. ഇത്രയും എതിർപ്പ് നേരിടേണ്ടി വന്ന പദ്ധതികൾ മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ പ്രോജക്റ്റാണിത്. ശരാവതി നദിക്കു കുറുകെ 2 കിലോമീറ്ററിലേറെ നീളമുള്ള പാലമടക്കം 2116 പാലങ്ങൾ, 6.5 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള രത്നഗിരിയിലേതടക്കം 92 തുരങ്കങ്ങൾ, ഇവയെല്ലാം കൊങ്കണിൽ നിർമ്മിച്ചു. 43,000 ഉടമസ്ഥരിൽ നിന്നും ഇതിനായി ഭൂമി ഏറ്റെടുത്തു. കാടുപോകും, ജൈവ വൈവിധ്യം പോകും, വന്യമൃഗങ്ങളെ ബാധിക്കും, കണ്ടൽ പോകും, കർഷകർക്ക് ഭൂമി പോകും, ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞ് നിരവധി തടസ്സങ്ങൾ പദ്ധതിക്ക് എതിരെയുണ്ടായി. ബീച്ചുകളും വയലുകളും പോകും എന്നു പറഞ്ഞ് ആദ്യം എതിർത്ത ഗോവ പിന്നീട് റെയിലിന്റെ വഴി മാറ്റി വിടണമെന്ന് ആവശ്യപ്പെട്ടു. മണ്ണിടിയുന്ന പുഴകളെ കീറിമുറിക്കുന്ന ഇളകിയ മണ്ണുള്ള എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ സാധ്യമല്ലാത്ത അഥവാ ഉണ്ടാക്കിയാലും വെറും വെള്ളാനയായി മാറുന്ന ഒരു പദ്ധതിയാവും കൊങ്കൺ റെയിൽ എന്നും വാദങ്ങളുണ്ടായി. കോടതികളിൽ കേസുകൾ നിറഞ്ഞു. 90-ലേറെ തുരങ്കങ്ങളും 2000-ലേറെ പാലങ്ങളും ഉണ്ടാക്കേണ്ടി വരും. അതിതീവ്രമായ മൺസൂൺ അതിജീവിക്കാൻ പാളത്തിനാവില്ല. പക്ഷേ എല്ലാത്തിനെയും അതിജീവിച്ച് കൊങ്കൺ റെയിൽവേ നിർമ്മിക്കുക തന്നെ ചെയ്തു. റെയിൽവേ വന്നതോടെ എതിർത്ത സംസ്ഥാനങ്ങളെല്ലാം അനുകൂലിച്ചു. ഗോവയിലെയും മഹാരാഷ്ട്രയിലെയും ടൂറിസം, അവിടുത്തെ സാമ്പത്തിക മേഖലയെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ കൊങ്കൺ ചെയ്ത സഹായം ചെറുതൊന്നുമല്ല. അവിടെയുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അതിവേഗം വിപണിയിലേക്ക് എത്തി. ഗോവയുടെ തലവര തന്നെ കൊങ്കൺ മാറ്റിമറിച്ചു. റെയിൽ, ടൂറിസം, അനുബന്ധ മേഖലകളിൽ ആയിരങ്ങൾക്ക് തൊഴിൽ ലഭിച്ചു. ഇന്ധന ലാഭം പരിസ്ഥിതിക്കുണ്ടാക്കിയ ലാഭം എത്രയെന്ന് കണക്കുകൂട്ടാൻ ആവുമോ എന്ന് തന്നെ സംശയമാണ്. തമ്മിൽ തൊടാതെ അകന്നു കിടന്നിരുന്ന മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളങ്ങളിലെ സംസ്കാരങ്ങൾ എളുപ്പത്തിൽ അവ പങ്കുവെക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനത്തിനു തന്നെ കൊങ്കൺ വലിയ ഉണർവ് നൽകി. ആവശ്യ സന്ദർഭങ്ങളിൽ സൈനിക നീക്കങ്ങൾക്ക് പോലും കൊങ്കൺ ഉപകരിക്കുമെന്നായി. നിരവധി പ്രതിസന്ധികൾ കൊങ്കൺ പാതയുടെ നിർമ്മാണത്തിലുണ്ടായി. പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങളും മണ്ണിടിച്ചിലുമുണ്ടായി. പലയിടത്തും തുരങ്കങ്ങൾ തന്നെ തകർന്നു. നിബിഡ വനത്തിൽ കൂടിയുള്ള നിർമ്മിതികൾക്കിടയിൽ പലപ്പോഴും വന്യമൃഗങ്ങൾ പണിസ്ഥലത്തെത്തി. തുരങ്കത്തേക്കാൾ ഉയരത്തിൽ ജലനിരപ്പ് ഉള്ളയിടങ്ങളിലും കളിമണ്ണ് നിറഞ്ഞ ഇടങ്ങളിലും ജോലി കഠിനമായിരുന്നു. പലതവണ തുരങ്കങ്ങൾ തകർന്നു വീണു. അവ വീണ്ടും വീണ്ടും നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു. മൃദുവായ മണ്ണിൽ തുരങ്ക നിർമ്മാണ പ്രക്രിയയിൽ മാത്രം 19 ജീവനും 4 വർഷവും നഷ്ടമായി. ആകെ 74 ജീവനക്കാരാണ് കൊങ്കൺ പാത നിർമ്മിതിക്കിടയിൽ മരണമടഞ്ഞത്. കൊങ്കണിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും വിവിധ പദ്ധതികളുടെ നിർമ്മാണത്തിനിടെ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നോക്കി പദ്ധതികൾ മാറ്റിവെച്ചാൽ ലോകത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയില്ല. ഈ തടസ്സങ്ങളാൽ ഓരോ ദിവസവും കൊങ്കൺ റെയിൽവേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടം 45 ലക്ഷം രൂപയായിരുന്നു. പണി പൂർത്തിയായ കൊങ്കൺ റെയിൽവേ പിന്നീട് പാത ഇരട്ടിപ്പിക്കുകയും വൈദ്യുതീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനാഡിയായി മാറിയ ഈ തീവണ്ടിപ്പാത പശ്ചിമഘട്ടത്തിന്റെ മധ്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത്. കേരളത്തിലെ അരുവികൾ എന്ന് വിളിക്കാവുന്ന 19 നദികൾ എടുത്താൽ കാവേരിയിലേക്ക് എത്തുന്ന 3 എണ്ണം ഒഴികെ എല്ലാം പടിഞ്ഞാറോട്ടുള്ള ചെരുവിൽ കൂടി ഒഴുകി പെട്ടെന്ന് അറബിക്കടലിൽ എത്തുന്നവയാണ്. എന്നാൽ കൊങ്കൺ പ്രദേശത്തു നിന്നാണ് ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന തെക്കേ ഇന്ത്യയുടെ ജീവനാഡികളായ ഗോദാവരി, കൃഷ്ണ, കാവേരി, താമ്രപർണി, തുംഗഭദ്ര എന്നീ വൻ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. അതായത് ആ പശ്ചിമഘട്ടത്തെ കീറിമുറിച്ചുകൊണ്ടാണ് കൊങ്കൺ തീവണ്ടിപ്പാത ഉണ്ടാക്കിയത്. കാവ്യഭാഷയിൽ പറഞ്ഞാൽ പശ്ചിമഘട്ടത്തെ 2ആയി പിളർത്തി കൊങ്കൺ പ്രദേശത്തെ 2ആയി വിഭജിച്ച് വൻതോതിൽ പാറ പൊട്ടിച്ച് വയൽ നികത്തി കോൺക്രീറ്റ് നിറച്ച് ഉണ്ടാക്കിയതാണ് ആ തീവണ്ടിപ്പാതയും ആയിരക്കണക്കിന് പാലങ്ങളും തുരങ്കങ്ങളും എല്ലാം. അതുകൊണ്ട് കൊങ്കൺ നശിച്ചില്ല. അവിടുത്തെ ജനങ്ങൾക്ക് മികച്ച ഗതാഗത മാർഗം ലഭിച്ചു. അതുപോലെയാവും നമ്മുടെ വയനാട് തുരങ്കപാതയുടെ കാര്യവും. കള്ളാടിയിൽ സംഭവിച്ചത് എന്താണ്? വയനാട് തുരങ്കപാത നിർമ്മാണത്തിനിടെ കള്ളാടിയിൽ സംഭവിച്ചത് ശരിക്കും മനുഷ്യനിർമ്മിത ദുരന്തമാണ്. അവിടെ മലയല്ല, തുരങ്കപാതയ്ക്കായി തുരന്നുണ്ടാക്കിയ മണ്ണാണ് ഇടിഞ്ഞത്. ലക്ഷക്കണക്കിന് ടൺ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. കട്ട് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് മിശ്രിതം അടിച്ച് വാൾ പോലെ കെട്ടിയിട്ടുണ്ട്.
അത്രയും മല കട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരുക്കേണ്ട സുരക്ഷാ ഭിത്തിയുടെ കനം, അത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി ഉറപ്പുവരുത്തേണ്ടവർ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മഴക്കാലത്തിനു മുൻപ് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ പണി ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ് വാസ്തവം. ഒരു ലോറി മണ്ണിറക്കാൻ സ്ഥലം തേടി മനുഷ്യർ നെട്ടോട്ടം ഓടുന്ന നാട്ടിലാണ് മല പോലെ കൂട്ടിയിട്ട മണ്ണ് ഇടിഞ്ഞ് ഇത്ര വലിയ ദുരന്തമുണ്ടായത്. മണ്ണ് മാറ്റുന്നതിന് കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നെങ്കിൽ മലയുടെ അടിഭാഗം ചെത്തിയെടുത്ത മണ്ണ് അവിടെ തന്നെ കൂട്ടിയിട്ടത് എന്തിനാണ്? ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ടാർപ്പായ കൊണ്ട് മൂടിയ വലിയൊരു ഭാഗം ഇപ്പോഴും അവിടെയുണ്ട്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള മണ്ണിന്റെ അവസ്ഥ എന്താകും? ഇതിനൊക്കെ മറുപടി വേണം. കരാറുകാരൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവരുടെയും സർക്കാരിൻ്റെയും വിശദീകരണം വേണം. കൃത്യമായ പഠനം വേണം. പക്ഷേ അപകടത്തിൻ്റെ നടുക്കം മാറും മുൻപ് പോസ്റ്റുകൾ വന്നു തുടങ്ങി. പറഞ്ഞതല്ലേ, പ്രകൃതി പ്രതികരിച്ചു, ഇനിയെങ്കിലും തുരങ്കപാത അവസാനിപ്പിക്കണം. മനുഷ്യർ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ചിലർക്ക് സ്വന്തം പ്രവചനം ശരിയായതിൻ്റെ സന്തോഷമായിരുന്നു. ഒരു അപകടം നടന്നതുകൊണ്ട് തുരങ്കം വേണ്ടെന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാവുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകത്ത് പാലങ്ങളും റെയിൽവേയും തുരങ്കങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. സ്വിറ്റ്സർലൻഡ് ആൽപ്സ് തുരന്നു. നോർവേ മലകളായ മലകളൊക്കെ തുരന്നു. ഇംഗ്ലണ്ടും ഫ്രാൻസും കടലിനടിയിലൂടെ തുരങ്കമുണ്ടാക്കി. അവിടെയൊന്നും പ്രകൃതി ഇല്ലാത്തതുകൊണ്ടല്ല, മനുഷ്യനും ജീവിക്കണം എന്ന ബോധമുള്ളതുകൊണ്ടാണ്. താമരശ്ശേരി ചുരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, വയനാടിൻ്റെ ജീവനാഡിയാണ്. ഒരു ലോറി മറിഞ്ഞാലും മരം വീണാലും മണ്ണിടിഞ്ഞാലും ഒരു ജില്ലയുടെ വഴി അടയും. കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗിയോട് പശ്ചിമഘട്ടത്തിൻ്റെ ലോലതയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ എളുപ്പമാണ്. ആംബുലൻസിനകത്ത് കിടക്കുന്നവന് അത്ര എളുപ്പമല്ല. വയനാട്ടുകാരന് തുരങ്കം ഒരു ടൂറിസ്റ്റ് സ്വപ്നമല്ല. ചികിത്സയും വിദ്യാഭ്യാസവും കച്ചവടവും ജീവിതമാണ്. അതുകൊണ്ടാണ് പദ്ധതിയുടെ പ്രാധാന്യം വിലയിരുത്തിയ ഹൈക്കോടതി അതിനെ കേരളത്തിൻ്റെ ജീവനാഡിയെന്ന് വിശേഷിപ്പിച്ചത്. വയനാടിന് തുരങ്കപാത ഒരു ആഡംബരമല്ല, അത്യാവശ്യമാണ്. അതുകൊണ്ട് തുരങ്കം വേണം. പക്ഷേ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. മണ്ണ് എവിടെയിടുന്നു എന്നറിയണം. മലയുടെ സ്വഭാവം നിരീക്ഷിക്കണം. സുരക്ഷ ഉറപ്പാക്കണം. തെറ്റു ചെയ്തവർ മറുപടി പറയണം. ഒരു മനുഷ്യന്റെ ജീവന് ഒരു നിർമ്മാണ കമ്പനിയുടെ സമയക്രമത്തേക്കാൾ വിലയുണ്ടാകണം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വയനാട് തുരങ്കപാത തുടരുകയാണ് വേണ്ടത്.